നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടുകളൊക്കെ വന്നു. ഭയങ്കരമായിട്ടുള്ള ഡിബേറ്റുകളും ചർച്ചകളും നടക്കുന്നു. പലരും ഈ ജയിച്ച ആൾക്കാരുടെ പലപ്പോഴായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ കൂടെയുള്ള സെൽഫീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് മെസ്സേജുകൾ അയക്കുന്നു, പോസ്റ്റുകൾ ഇടുന്നു. ഇത് ഞാനും ആക്ച്വലി പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 15 പതാക ഉയർത്തലിന് സുരേഷ് ഗോപിയാണ് ഞാൻ അന്ന് വർക്ക് ചെയ്ത കമ്പനിയുടെ ഒരു ഹോട്ടൽ പ്രോപ്പർട്ടിയിൽ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിന് വന്നത്. അന്ന് എടുത്തു വെച്ചൊരു ഫോട്ടോ പിന്നെ സുരേഷ് ഗോപി MP ആയ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ആളാവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നോർമലായിട്ടുള്ളൊരു ഹാബിറ്റാണ്, ഞാനും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു ഇലക്ഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, രണ്ട് മേജറായിട്ടുള്ള ലേണിങ്സ് ഉണ്ട് ഈ ഇലക്ഷനിൽ. ഒന്ന് തമിഴ്നാട് ഇലക്ഷൻ, രണ്ട് നമ്മുടെ കേരള ഇലക്ഷൻ. കേരള ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു മന്ത്രിയാവാത്ത ഒരാളെ കോൺഗ്രസ് UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് നിയമിച്ചു. അന്ന് അയാൾ പ്രായമാവാത്ത നേതാവാണെന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെല്ലാം അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം മുതുമുത്തച്ഛന്മാരായതുകൊണ്ട് തന്നെ ഇയാൾ താരതമ്യേന പ്രായം കുറഞ്ഞ ആളായിരുന്നു. തൻ്റെ മുകളിലുള്ള AICCക്കും അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്കാർക്കും കൊടുക്കേണ്ട പൊസിഷൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്ലി അയാളുടെ കഴിവിലാണ് വിശ്വസിച്ചത്, അയാളുടെ സ്ട്രാറ്റജിയിലാണ് അയാൾ ഉറച്ച് വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ ഇലക്ഷനും, അതിനു മുമ്പുള്ള ഇലക്ഷനുകൾ നടന്ന സമയങ്ങളിലെല്ലാം, ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ ഇലക്ഷൻ നടന്ന സമയത്ത്, നമ്മളുടെ തൃക്കാക്കര നടന്ന സമയത്ത്, അതുപോലെ തന്നെ പാലക്കാട് നടന്ന സമയത്ത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെല്ലാം പല ആൾക്കാരും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസിൻ്റെ നേതാവായ മിസ്റ്റർ VD സതീശനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കോർണർ ചെയ്യാനും സ്ട്രെസ്ഫുൾ ആക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അയാൾ ബോൾഡായിട്ട് ഒരു തീരുമാനമെടുത്തു. നോ, ഐ വിൽ നോട്ട് ബൾജ്, ഞാൻ ബെൻഡ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു. അയാൾ സ്വന്തം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സ്ട്രാറ്റജീസിൽ വിശ്വസിച്ച് ആ പാർട്ടീനെ എന്താണോ അയാൾ ആസ്പയർ ചെയ്തത് 5 years ബാക്ക്, 100-ലധികം വോട്ടുകളോടെ ഞാൻ ഈ പാർട്ടീനെ തിരിച്ച് ഭരണത്തിൽ കൊണ്ടുവരും എന്ന് ദൃഢനിശ്ചയമെടുത്ത് അത് പ്രാവർത്തികമാക്കി. എനിക്ക് അദ്ദേഹത്തിനോടുള്ള തീരാത്തൊരു ബഹുമാനം, വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയണത്, ഈ ക്വാളിറ്റിയിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ, ലീഗിനെ പോലത്തെ ഒരു പാർട്ടി, അതായത് കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി, താരതമ്യേന ഒരു ജിയോഗ്രഫിക്കൽ പാർട്ടി ആയിട്ടുള്ള ലീഗിന് 2 ടെന്യൂറിലും ഭരണമില്ലാതിരുന്നിട്ട് കൂടി എപ്പോൾ വേണമെങ്കിലും CPMന് കൂടെ യോജിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ എടുക്കാവുന്ന ആ പാർട്ടിയെ തൻ്റെ കോൺഫിഡൻസ് നിർത്തിക്കൊണ്ട് ഈ 2026 നമ്മൾ ഭരിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുത്ത് അവരെ ചേർത്ത് നിർത്തി അദ്ദേഹം ഈ പാർട്ടിനെ വിജയിപ്പിച്ചു. അതൊരു ഗ്രേറ്റ് ലേണിംഗ് ആണ്. 2, നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത്, പൊളിറ്റിക്സിൽ സ്വന്തം കാറിൽ വന്ന് ആ AC കാറിൽ നിന്ന് 4 സ്റ്റെപ്പിൽ നേരെ പോയി ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ തൻ്റെ ആരാധകർക്ക് കൈ മാത്രം വേവ് ചെയ്തിട്ട് തിരിച്ച് കാറിൽ കയറി വീട്ടിലേക്ക് പോയിരുന്ന ഒരു മനുഷ്യൻ വിരലിലെണ്ണാവുന്ന മാസം കൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അയാൾ ആ നാടിനെ, അതായത് എൻ്റെ ഈ സൗത്ത് ഇന്ത്യയിലുള്ള വർക്ക് എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള, ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ് തമിഴ്നാടാണ്. അവരുടെ കൾച്ചറൽ ഡിഫറൻസസ്, കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസസ്, ലാംഗ്വേജിലുള്ള വ്യത്യാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടാണ്. ആ തമിഴ്നാടിലെ മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആവുന്നു. ഇപ്പോൾ ട്രോളിലൊക്കെ ഇറക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് എൻ്റെ പടം ഗവൺമെൻറ് റിലീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഗവൺമെൻറ് ആവും എന്നുള്ള രീതിയിലൊരു സിനിമാറ്റിക് ഡയലോഗ്. പക്ഷെ അത് പ്രാവർത്തികമാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളുടെ കോർപ്പറേറ്റ് ലൈഫിൽ നമ്മളൊക്കെ ഒരു മിഡിൽ മാനേജ്മെൻറ്റിൽ നിന്ന് അത്യാവശ്യം തെറ്റില്ലാത്തൊരു സീനിയർ മാനേജ്മെൻറ്റിലേക്ക് മാറുന്ന ഡെസിഗ്നേഷൻസ് നമുക്ക് പുതിയ കമ്പനികൾ വെച്ച് നീട്ടുമ്പോൾ
അവിടെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലുക്ക് സാജൻ, നിങ്ങൾക്ക് ഈ പൊസിഷനിൽ നിങ്ങളുടെ ഇമ്പാക്റ്റ് അറിയിക്കാൻ 6 മാസത്തെ സമയമേ ഉള്ളൂ. അതിനകത്ത് നിങ്ങളെടുക്കുന്ന ടോപ്പ് 3 പ്രയോറിറ്റീസിലെ ഒരെണ്ണമെങ്കിലും സക്സസ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഫെയിലിയർ ആണെന്നുള്ളത്. ഇവിടെയാണ് ഞാൻ വി ഡി സതീശൻ്റെ സ്മാർട്ട്നെസ് കണ്ടത്. കാരണം കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അദ്ദേഹം കേന്ദ്രത്തിനെ റെസ്പെക്റ്റ് ചെയ്തു. എന്നാൽ കേന്ദ്രത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ബുദ്ധിഹീനരായിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാണ്ട് തന്നെ ഈ കേരള സ്റ്റേറ്റിൽ അദ്ദേഹം ഭരണം തിരിച്ചു പിടിച്ചു. ഞാൻ ഈ 6 മാസത്തെ ഇമ്പാക്റ്റും വിജയിൻ്റെ ജയവും ക്ലബ് ചെയ്തുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ആ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അത് സത്യത്തിൽ കോൺഗ്രസ്സിനെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ച എന്ന് പറയുമ്പോൾ പറയാലോ, എൻ്റെ ഫാമിലി എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ഒരു കോൺഗ്രസ്സുകാരനായിട്ട് കോളേജ് വരെ, അതായത് KSUവിലൊക്കെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കോളേജിലെ പഠനം വരെ അങ്ങനെ ജീവിച്ച ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ കോൺഗ്രസിൻ്റെ എസ്പെഷ്യലി അതിലെ ഏറ്റവും പരമോന്നതനായ നേതാവായിട്ട് കാണുന്ന മിസ്റ്റർ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കാം. പക്ഷെ എന്നിരുന്നാലും റിമാർക്കബിൾ ലേണിംഗ് ആണ് മിസ്റ്റർ വി ഡി സതീശൻ്റെ കേരള ഇലക്ഷൻ സക്സസ് സ്റ്റോറിയും. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരെണ്ണമാണ് വിജയ് തമിഴ്നാട്ടിൽ കാണിച്ചിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പെർഫോമൻസ് എന്ന് പറയുന്നത്. ഫ്രം നോ വെയർ ഹി ഹാസ് ബിക്കം ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ദി state and that state is really large. Anyway, let's see how they perform as a leader, as a politician and as a chief minister. Thank you.